ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിങ്ങനെ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമിടയാക്കി, പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമിടയാക്കിയല്ലോ. അനേക വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് നിലവിളിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ ആമേൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അനേക വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ നമ്മുടെ ക്ഷണം സ്വീകരിക്കപ്പെട്ട് കടന്നു വന്ന കർത്താവിന്റെ ദാസി എബി ബിനോയ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസിക്ക് സമയം കൊടുക്കണമല്ലോ. ഞാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസി എബി ബിനോയിയെ കർത്തനാമത്തിൽ ക്ഷണിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സാക്ഷ്യ കൂടാരം എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ ദാസി എബി ബിനോയിയെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരുമിച്ച് ആമേൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് ആമേൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആമേൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ ആമേൻ പകർന്നു കൊടുക്കുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നടത്തി ശുശ്രൂഷയിൽ ദൈവം ഇതുവരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് കർത്താവിന്റെ ദാസി ഒരനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും കർത്താവിന്റെ ദാസി ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ആമേൻ ഞങ്ങൾ ആശംസിച്ചുകൊണ്ടും ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിന്റെ ദാസിയെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനദീപ്തി മീറ്റിംഗ് വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽസമയം ഇപ്രകാരം ദൈവവചനവുമായിട്ട് ഒരു സാക്ഷി പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി തരുന്ന സാവകാശനായ ദൈവത്തിന് നന്ദി. ചെറുപ്രായത്തിൽ തന്നെ എന്റെ കർത്താവിനെ അറിയുവാൻ സ്വർഗത്തിലെ ഇവന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിലെ ഭാഗ്യമൊരുക്കി. എന്നാൽ ഹല്ലേലൂയ, എന്റെ പിതാവ് ഹല്ലേലൂയ എന്നെയും കൊണ്ടാണ് ആദ്യമായിട്ട് ഹല്ലേലൂയ ഒരു ദേവാലയത്തിലേക്ക് ഹല്ലേലൂയ ഷാരോൺ ചർച്ചിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു പോകാൻ തൊക്കണം ഇടയായി തീർന്നത്. അന്നു മുതൽ ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിന് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. കഷ്ടങ്ങൾ, ഭാരങ്ങൾ, വേദനകളൊക്കെ കടന്നു വന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്ത് വിവരിക്കാമെന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ കൂടി കർത്താവ് ഞങ്ങളെ നടത്തി. എന്റെ കുടുംബത്തിലെ 3 മക്കളാണ്, അതിൽ മൂത്തതാണ് ഞാന്. എന്നാൽ കർത്താവിന്റെ വേലയെക്കുറിച്ചും ഹല്ലേലൂയ അതിന്റെ വിളിയെക്കുറിച്ചും ഹല്ലേലൂയ കർത്താവ് എന്നെ ഹല്ലേലൂയ ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. വിദ്യാഭ്യാസാനന്തരം കർത്താവ് ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പഠനത്തിന് ശേഷമായിട്ട് ഒരു ചെറിയ ജോലി തരുവാനും അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ഇവന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. അപ്രകാരം തന്നെ ഹല്ലേലൂയ ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ ഏക മകൻ ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു ദേവദാസനുമായുള്ള വിവാഹം നടക്കുവാൻ തൊക്കണം 98 കർത്താവ് സാവകാശം ഒരുക്കി. അന്ന് മുതൽ ഇന്ന് വരെയും കഷ്ടത്തിന്റെ നാളുകൾ, ഞെരുക്കത്തിന്റെ നാളുകൾ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ നടത്തി. ഒന്നുമില്ലായ്മയുടെ കാലയളവില് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും സ്വർഗത്തിൽ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്നു. വേദനകളും പരിശോധനകളും ഒക്കെയും 98 മുതൽ ഹല്ലേലൂയ വിശ്വാസം എന്തെന്നോ പരിശോധന എന്തെന്നോ അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളില് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ എന്തിനെന്ന് ചോദ്യം ചെയ്യാതെ വണ്ണം ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുകയായിരുന്നു. 98 വിവാഹം കഴിഞ്ഞ് 98 മാർച്ച് 2 വിവാഹം കഴിഞ്ഞതിന് ശേഷം ജൂൺ 11 ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തൊടുവക്കാട് എന്ന ഗ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ സമയത്ത് ഹല്ലേലൂയ ജോലിയും കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി കഷ്ടങ്ങളും ഭാരങ്ങളും പട്ടിണികളുടെയും ദുരിതങ്ങളുടെയും നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയത്ത് ഒരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. മോൾക്ക് ഹല്ലേലൂയ 99 ഒരു നേരത്തേക്ക് കഞ്ഞിവെള്ളം പോലും കൊടുക്കുവാൻ കഴിവില്ലാതെ ഭാരപ്പെട്ട നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും ദൈവത്തോട് ഞങ്ങൾ നിലവിളിച്ചു. കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പില് ഒരു ചോദ്യചിഹ്നമായി തീരുവാനിടയാകാതെ വണ്ണം കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടുവാനിടയാകാതെ വണ്ണം ദൈവം ഞങ്ങളെ പോഷിപ്പിച്ച വിധങ്ങൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാനുള്ളൂ.
ആ സമയത്ത് ഹല്ലേലൂയ രാവിലെ സമയം ട്രാക്ട് കൊടുക്കാൻ വേണ്ടി ഞാനും കർത്താവിന്റെ ദാസനുമായിട്ട് ഹല്ലേലൂയ വിവിധ വീടുകളിലൊക്കെയും കയറിയിരുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാറി മാറി ഹല്ലേലൂയ ഓരോ കനാലിൽ കൂടിയും ഹല്ലേലൂയ അന്ന് വാഹനം പോലും ഞങ്ങൾക്കില്ലാത്തൊരു സാഹചര്യമാണ്. ആ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങളെ നടത്തിയെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ ഇപ്പോഴിരുന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇവിടെ വരെ വന്നു എന്ന് എനിക്കറിയില്ല. 98 മുതൽ ഹല്ലേലൂയ 98 മുതൽ ഈ സമയം വരെയും ദൈവം വിശ്വസ്തനായിരുന്നെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ അന്ന് എന്റെ ഹല്ലേലൂയ കലത്തിലെ മാവ് കുറയുവാനോ ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകാൻ ഇടയാകാതെ അന്ന് എന്റെ കുഞ്ഞിന് ഒരു നേരത്തേക്ക് ഒരു ആഹാരം കൊടുക്കുവാൻ വകയില്ലാതെ ഭാരപ്പെട്ട സ്ഥാനത്ത് അന്ന് ഞങ്ങൾ ട്രാക്ട് കൊടുത്തിട്ട് കയറി വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് ഒരു വ്യക്തി അയച്ചു ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഓരോ അനുഭവത്തിൽ കൂടി ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തിയത്. അന്ന് കുഞ്ഞിന് പാല് കൊടുക്കുവാനൊന്നും ഹല്ലേലൂയ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ അതത് സമയത്ത് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നെന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഞാൻ പിറകോട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും, കർത്താവേ നീ എന്നെ പഠിപ്പിക്കുകയായിരുന്നല്ലോ എന്ന്. ഇപ്പൊ ഞാൻ എന്നും നന്ദിയുള്ളവളായ ദൈവത്തിന് നന്ദി പറയുവാൻ മാത്രമേ എന്റെ ജീവിതത്തിൽ കഴിയുകയുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നടത്തി. 99 കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ മാറി മാറി മഴ നനഞ്ഞ് വെയിലത്ത് നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ ഞങ്ങൾക്കൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാനെന്ന്. ആ സമയത്ത് ഹല്ലേലൂയ ഒരു വാഹനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വിശ്വാസം എന്തെന്ന് ആ നാളുകളിൽ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആയ നാളുകളിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരു വാഹനം ഒരുക്കി തന്നു. ആ വാഹനത്തിന് ലോൺ അടയ്ക്കേണ്ടതൊക്കെ ആവശ്യമാണ്. ഈ വചനദീപ്തിയിൽ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം ഒരുക്കി തന്നതാണ്. ആ മാസം മുതൽ ഹല്ലേലൂയ ലോൺ അടയ്ക്കുവാൻ 36 മാസം CC ആയിട്ടാണ് ആ വാഹനം ഞങ്ങൾ എടുത്തത്. എങ്ങനെയൊന്നും അറിയാതെ വണ്ണം ഞങ്ങൾ കർത്താവിന്റെ വാക്ക് കേട്ട് ആ വാഹനം എടുക്കുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. എന്നാൽ ഒരു മാസം പോലും മുടങ്ങാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ അയച്ച് എല്ലാ മാസവും അത് അടയ്ക്കുവാനുള്ള ക്രമീകരണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. ആ 36 തവണയല്ല, അതുകൊണ്ട് ഒരു തവണ കൂടി ആ വ്യക്തി തന്നില്ല. കർത്താവിനറിയാം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താവശ്യമെന്ന്. കരുതുന്ന ദൈവം ജീവിക്കുന്നു എന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. അങ്ങനെ ഓരോ ചർച്ചകളിലും മാറി മാറി കടന്നു പോകുമ്പോൾ ഓരോ അനുഭവത്തിൽ കൂടി ആ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാനൊക്കെ ദൈവം ഇടയാക്കി തീർന്നു. വാഹനമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ വാഹനം തന്നു. ഓരോ വിഷയങ്ങൾക്കും ഒരു സ്പൂണ് വേണമെങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടില്ല. കരഞ്ഞവനോട് നിലവിളിച്ച് അപേക്ഷിച്ച് ദൈവം ഞങ്ങൾക്ക് തന്നതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അങ്ങനെ പരിശോധനകള് ഇങ്ങനെ അടിക്കടി ഓരോ രോഗങ്ങളും ദുഃഖങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ 2000 ഹല്ലേലൂയ ഞങ്ങൾ അടുത്ത ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആയി കടന്നു പോകുന്ന സമയത്ത് എന്റെ കയ്യില് ഒരു മുഴ വന്നു. 21 ദിവസം പോസ്റ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എന്റെ കയ്യിലെ ഈ മുഴ നീ മാറ്റി തരണം. ഇതുകൊണ്ട് എനിക്ക് കൈയടിക്കുവാനോ ആരാധിക്കാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിവില്ല ദൈവമേ എന്ന് പറഞ്ഞ് എന്ന് ഞാൻ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുഴ ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയും എന്നാലും അത് ഓപ്പറേഷൻ ചെയ്ത് വേണേ കളയാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം 21 ദിവസം പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ കയ്യിലെ ആ തടുപ്പ് മാറ്റി തന്ന ദൈവമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഓരോ ചർച്ചകളിൽ മാറി മാറി പോകുമ്പോഴും ഒത്തിരി പരിശോധനകൾ പ്രതിസന്ധികൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം കടന്നു വരുമ്പോൾ നല്ല യൗവനത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഹല്ലേലൂയ ഞങ്ങള് പാഴ്സനേജുകളിലായിരിക്കുമ്പോൾ ഓരോ അനുഭവം ആ ദൈവം ഞങ്ങൾക്ക് തരുന്നത്. ആ സമയത്ത് 2017 ആയപ്പോൾ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു പ്രതിസന്ധി കടന്നു വന്നു. അതിനു മുമ്പിട്ട് ദൈവാത്മാവ് എനിക്ക് ദർശനം തരുവാന്നൊക്കെ ഇടയായി തീർന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നതും ഒരു ഡോക്ടർ എന്നെ പരിശോധിക്കുന്നതും ഹല്ലേലൂയ ഞാൻ എന്റെ സാക്ഷ്യം ചുരുക്കി പറയുകയാണ്. ഹല്ലേലൂയ ഞാനൊരു സ്റ്റേജിലോ ഞാൻ ഒരു മീറ്റിങ്ങിലോ ഹല്ലേലൂയ വരുവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പറയുമായിരുന്നു, കർത്താവ് നല്ല സാക്ഷ്യം പറയുവാന് നല്ല വചനം പറയുവാനൊക്കെ ദൈവമേ നീ എന്നെ ഇടയാക്കണമേ എന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ ആത്മാക്കളെയൊക്കെ തരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആ സമയത്ത് 2017 ഡിസംബർ മാസത്തില് സ്വർഗത്തിലെ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കയറുന്നതും അവിടെ എന്നെ ഡോക്ടർ പരിശോധിക്കുന്നതും എനിക്കൊരു ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അതിനകത്ത് ഒന്നും കാണുന്നില്ലെന്നൊക്കെ പറയുന്നതൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഡിസംബർ മാസം ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക്
എനിക്ക് ശ്വാസം വിടുവാൻ പോലും കഴിയാത്തൊരവസ്ഥ എന്റെ ജീവിതത്തില് 2017 കടന്നു വന്നു. ജനുവരി മാസം 8-ാം തീയതി ഹല്ലേലൂയ ഞങ്ങൾ ഒരു ചെക്കപ്പിന് വേണ്ടി ഹല്ലേലൂയ ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നിങ്ങളോട് പറയട്ടെ, ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ ഹല്ലേലൂയ എന്നെ പരിശോധനയ്ക്ക് കയറ്റിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ബ്രസ്റ്റിൽ തടുപ്പാണെന്ന്. ഹല്ലേലൂയ ഞാൻ ആ സമയത്ത് ഹല്ലേലൂയ ഒത്തിരി ഹല്ലേലൂയ ഭാരപ്പെട്ട നാളുകളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്തെന്നറിയത്തില്ല, 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. ഹല്ലേലൂയ ഞാനിങ്ങനെ ദൈവത്തോട് പറയും, കർത്താവേ 2 പെൺകുഞ്ഞുങ്ങളാ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുവാൻ തൊക്കെ മുടിയായിത്തീരും. കർത്താവേ മാരകമായ രോഗത്തിൽ കൂടി ആരെയും കടത്തി വിടരുത്. കർത്താവേ സഹിപ്പാനുള്ളത് മാത്രമേ എനിക്ക് തരാവേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുമായിരുന്നു. പലപ്പോഴും ഞാൻ ശ്വാസം പോലും വിടുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന നാളുകള് എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ ദിവസങ്ങളിൽ എന്നിട്ടും അതൊന്നും വകവെക്കാതെ വണ്ണം 21 ദിവസം ഞാനും എന്റെ കർത്താവിന്റെ ദാസനും കൂടി ആ ഹോസ്പിറ്റലിൽ കടന്നു പോയിട്ട് വന്നതിന് ശേഷം ഉപവസിക്കുവാൻ തൊക്കെ മുടിയായി തീർന്നു. ആ സമയത്ത് ഹല്ലേലൂയ എപ്പോഴും ഞാനിങ്ങനെ ബ്രസ്റ്റിലെ തടുപ്പുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ചെക്കപ്പിന് കടന്നു പോയിട്ട് വന്നതിന് ശേഷം ദൈവമേ ഉരുകേണ്ടതെല്ലാം ഉരുകി മാറണം, ഇതിനകത്ത് യാതൊരു കുഴപ്പങ്ങളും കാണരുതെന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങള് പ്രാർത്ഥിക്കുവാൻ തൊക്കെ മടിയായി തീർന്നു. ദൈവമക്കളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, 2018 ജനുവരി മുതൽ ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയാണ്. ഓരോ ദിവസവും പോകുമ്പോൾ വളരെ ഭാരത്തോടെ ഡോക്ടറുടെ മുമ്പിലേക്ക് ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ഹല്ലേലൂയ ഡോക്ടർ പറഞ്ഞു ഒരു തടുപ്പുണ്ടെന്ന്. എന്നാൽ തടുപ്പ് അത് ബയോപ്സിക്ക് എടുത്ത് വിട്ടാലേ എന്തെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ 2-ാമത്തെ ആഴ്ച വീണ്ടും ചെക്കപ്പിന് വേണ്ടി കടന്നു പോയപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസർ ആണ്, അതുകൊണ്ട് കീമോ എടുക്കണമെന്ന് ആദ്യം തന്നെ എന്നോട് പറയുകയാണ്. ആ ക്യാൻസറിന്റെ ആഴം എന്റെ സഹോദരിമാരായി നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഹല്ലേലൂയ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നൊരു ഭ്രാന്തിയെ പോലെ. എന്റെ കൂടെ വന്ന് എന്റെ കർത്താവിന്റെ ദാസനും പ്രിയപ്പെട്ടവരും ഒക്കെ ഭാരപ്പെട്ടു. ഞാൻ ഒരു ഭ്രാന്തിയായി തീരുമോന്ന് പോലും ഭാരപ്പെട്ട നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെയും ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവര് വീണ്ടും എന്നെ ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും എന്നെ അവിടെ ഇരുത്തുകയാണ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഉള്ളില് ഈ കീമോ എടുക്കണം എന്നുള്ളതായ ചിന്ത മാത്രം കയറിയിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയ ഡോക്ടറുടെ മുറിയിൽ പോലും ഇരിക്കാതെ വേണം. എന്നാൽ 8-ാം തീയതി ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും 14-ാം തീയതി ഓപ്പറേഷന് വേണ്ടി ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ തലയിൽ ഒരു മുടി കൊഴിയുവാൻ നീ അനുവദിക്കരുത്. 2 പെൺകുഞ്ഞുങ്ങള്. കർത്താവിന്റെ ദാസന്റെ അവസ്ഥ സ്വർഗത്തിലെ ദൈവമേ നിനക്കറിയാം. മറ്റുള്ള റൂമിൽ നല്ല പ്രായത്തിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയാക്കരുത്. ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരായി ദൈവമേ നീ നടത്തണമേന്ന് മാത്രമേ ഒറ്റ പ്രാർത്ഥന മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ എന്റെ ഒരു ആന്റിയും കർത്താവിന്റെ ദാസനും കൂടി കൊണ്ടുപോകുമ്പോൾ എന്നും കരഞ്ഞു വിടുന്ന അവിടം വരെയും നിലവിളിച്ച് പ്രാർത്ഥിച്ചാ ഞങ്ങൾ കടന്നു പോകുന്നത്. കർത്താവ് സമാധാനം തന്ന് ബലപ്പെടുത്തി ദൈവം നടത്തിയതല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ ഓപ്പറേഷന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങളുടെ കയ്യില് ഹല്ലേലൂയ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കർത്താവിന്റെ വിലയിലായിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് അറിയാമല്ലോ എങ്ങനെ കാര്യങ്ങൾ ഓരോ ദിവസവും കർത്താവിനോട് ചോദിച്ച് വാങ്ങിച്ചതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞിന് ഒരു നേരത്തേക്ക് ആഹാരമില്ലാതെ ഭാരപ്പെട്ട നാളുകളില് കർത്താവ് ഏലിയാവിനെ പോറ്റി ഇതുപോലെ ഞങ്ങളെ പോഷിപ്പിച്ച ദൈവമേ എനിക്ക് മുമ്പായ സാന്നിധ്യം പോകുകയാണ്. കർത്താവിന്റെ ദാസനും അടിയനും എന്റെ ഒരു ആന്റിയും കൂടി ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് 8-ാം തീയതി ഡോക്ടറെ കണ്ടു. വീണ്ടും 16-ാം തീയതിയിലേക്ക് ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് ഒക്കെ എടുത്ത് ഞാൻ കടന്നു വന്നു. ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു ആ ദിവസങ്ങളില്. ഓപ്പറേഷന് വേണ്ടി എന്റെ ശരീരത്തിൽ ഒരു കത്തി വെച്ചിട്ടില്ല. ആ സമയത്തൊക്കെയും വേദനകളുടെയും കഷ്ടത്തിന്റെയും ഞെരുക്കത്തിന്റെയും നാളുകൾ കടന്നു വന്നു. ആ ഓപ്പറേഷന് വേണ്ടി ഹല്ലേലൂയ എന്നെ ആ ഹോസ്പിറ്റലിലേക്ക് കയറ്റുമ്പോൾ എന്റെ ഉള്ളിൽ കിടക്കുന്നത് ക്യാൻസർ ആണെന്നുള്ള ഒരു ചിന്തയാണ്. ഡോക്ടർ ആ സമയത്ത് കർത്താവിന്റെ ദാസനെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുവാൻ കൊണ്ട് മുടിയായി തീർന്നു, ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബയോപ്സിക്ക് അന്നേരം തന്നെ വിടും. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും ഒരു ലെയറും കൂടി ബ്രസ്റ്റിന്റെ എടുക്കുമെന്ന് പറയുവാൻ കൊണ്ട് മുടിയായി തീർന്നു. സമയം കഴിഞ്ഞിട്ടും എന്നെ ആ ICU-നകത്ത് നിറക്കാത്ത, ഓപ്പറേഷൻ തിയേറ്ററിൽ നിറക്കാത്തത് കൊണ്ട് ഇവർ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ട്
പുറത്ത് നിൽക്കുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ അതിനകത്ത് അതിന്റെ തലേന്ന്, ഓപ്പറേഷന്റെ തലേന്ന് ഞാൻ ഒരു സ്വല്പം പോലും ഉറങ്ങിയില്ല. വല്ലാത്ത പ്രഷർ താന്നു പോവുകയും വല്ലാത്ത ഒരു ഭാരത്തിന്റെ അവസ്ഥയായിരുന്നു. അപ്പോഴെല്ലാം ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ വചനം തന്നെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഉറയ്ക്കുമെങ്കിലും പിന്നെയും അതേരിപ്പെടുക. ക്യാൻസർ അല്ലേ, ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് ക്യാൻസർ വന്ന വ്യക്തികളുടെ മുടി പൊഴിയുന്നതും ഒക്കെ. ഈ ഡോക്ടർ എന്നോട് നേരിട്ട് കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭാരപ്പെട്ടതൊക്കെ എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ ആ ഓപ്പറേഷന് വേണ്ടി കയറി. 35 പേരുണ്ടായിരുന്നു എന്റെ കൂടെ. എന്നാൽ ഓപ്പറേഷൻ ചെയ്ത എല്ലാ വ്യക്തികളെക്കാളും മുന്നേ എന്റെ ഓപ്പറേഷൻ കഴിയുകയും ഞാൻ മിടുക്കിയായിട്ട് ഹല്ലേലൂയ സുബോധമുള്ളവളായി തീരുകയും കിടക്കയിൽ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല എങ്കിലും എന്റെ കർത്താവിന്റെ ദാസനോട് പറയുവാന്നും എല്ലാ വിഷയങ്ങളും പറയുവാന്നും കൊണ്ടും ഇടയായി തീർന്നു. ഞാൻ എന്നാൽ അതൊന്നും അറിഞ്ഞില്ല. ഡ്രെയിനേജ് ട്യൂബ് ഇങ്ങനെ ടേക്ക് ചെയ്യാം, അതിൽ കൂടി ഇങ്ങനെ അഴുക്കുകളൊക്കെയും ഹല്ലേലൂയ കടന്നു പോവുകയാണ്. ആ സമയത്ത് അതിന്റെ അളവ് നോക്കാനൊക്കെ ഡോക്ടർ വരുമ്പോൾ തന്നെ എനിക്കങ്ങ് ഭയമാ. ഡോക്ടറെ കാണുമ്പോൾ ഇനി എന്തുവാ ഡോക്ടർ പറയാൻ പോകുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ മുഖവും എന്റെ പ്രിയപ്പെട്ടവന്റേതായ ഹല്ലേലൂയ മുഖവും എന്റെ മുമ്പിൽ ഓടി വരും. കർത്താവേ, എന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്താ? വേലയ്ക്ക് വേണ്ടി നല്ല യൗവനത്തിൽ ഇറങ്ങിയിട്ട് മറ്റുള്ളവർ ദൈവനാമം ദൂഷിക്കുമല്ലോ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിശ്വാസത്തോട് സമർപ്പണത്തോടെ ഇറങ്ങിയതാണല്ലോ. യേശോപ്പാ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കരയുകയും കുഞ്ഞുങ്ങൾ പോലും അറിയാതെ വേണം രാത്രിയുടെ യാമാരംഭത്തിൽ നിലവിളിക്കുന്നതായ ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു ശീലം കർത്താവിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. കൂട്ടായ്മ സ്വർഗത്തിലുള്ള ദൈവം ഞങ്ങൾക്ക് തന്നു. ആ സമയത്ത് രാത്രിയിൽ 2 മണിയാവുന്ന സമയത്ത് ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ചില സഹോദരിമാർ ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. ആ സമയത്ത് അവരെയൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് പറയും, ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് പ്രാർത്ഥിക്കാം. ആ സമയത്ത് അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യവും ഉറപ്പും ഒക്കെ തരാൻ വേണ്ടി. ആര് പറഞ്ഞാലും നമുക്കൊരു സമാധാനം വരത്തില്ല. നമ്മുടെ യേശുപ്പച്ചൻ തന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനം തരത്തുള്ളൂ. സർവ്വ ആശ്വാസങ്ങളുടെ ഉറവിടമായ ക്രിസ്തു തന്നെ എന്നോട് കൂടെ ഇരുന്ന് ആ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി തീരുവാനും ബ്രസ്റ്റിലെ തടുപ്പെടുത്തു മാറ്റുവാനും എന്റെ കഷ്ട ഗ്ലാൻഡ് എല്ലാം എടുത്തു നീക്കുവാനും ഒരു ലെയറും കൂടി എടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ അല്ലെങ്കിൽ അതിനുശേഷം ട്രീറ്റ്മെന്റിന് വേണ്ടി 17ാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ 17ാമത്തെ ദിവസം വീണ്ടും ഡോക്ടർ അടുത്തേക്ക് ബയോപ്സിക്കിന്റെ റിസൾട്ടിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ആ എടുത്ത കോശത്തിനകത്ത് ആ മുഴയ്ക്കകത്ത് ക്യാൻസറിന്റെ അംശമുണ്ട്. അതുകൊണ്ട് സെല്ലിന്റെ അവസ്ഥ അംശമുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ. അന്നേരവും ഞാൻ ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു. എനിക്ക് ഇത്ര മാത്രമേ പറയുവാനുള്ളൂ. ദൈവമേ, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞത്, ദൈവമേ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നല്ല പ്രായത്തിൽ ഇറങ്ങി തിരിച്ചതാ. ജോലിയും കളഞ്ഞ് നല്ല യൗവനത്തില് നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. കർത്താവ് ഒന്ന് ഓർക്കണമേ. ഞാൻ ഒരു ആത്മാക്കളുടെ അടുത്തെങ്കിലും എന്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ അതൊന്ന് ഓർക്കണമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഹല്ലേലൂയ അവിടുന്ന് ഡോക്ടർ പറയുകയും പിന്നെ വീണ്ടും ഞങ്ങള് ട്യൂബൊക്കെ എടുത്തതിന് ശേഷം ഭവനത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എനിക്ക് രാത്രിയിൽ കൈ അനക്കാനോ ഒന്ന് തിരിഞ്ഞൊന്ന് കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാ. ഒരാളുടേതായ ഒരു സഹായം വേണം. എനിക്കൊന്ന് ആഹാരം വാരി കഴിക്കണമെങ്കിൽ വലത്തെ കൈയാ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിൽ കിടക്കുന്ന അവസരത്തില് രാത്രിയിൽ ദൈവം എനിക്കൊരു ദർശനം തന്ന് വേദനയെടുത്ത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വേദനയെടുത്ത് ഞാൻ രാത്രിയിൽ ഉറക്കമില്ലാതെ നിലവിളിക്കുക, കർത്താവേ എനിക്ക് ഒരു ഉറക്കം തരണമേ. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ ഈ വേദന കാരണം എനിക്കൊന്ന് കിടക്കുവാൻ പോലും കഴിയില്ല. ദൈവമക്കൾ, നിങ്ങളോട് ഞാൻ പറയാം, യഹോവ ഭക്തനായ ഒരു പുരുഷനെ തന്നെ കർത്താവ് എനിക്കൊരു ഭർത്താവായിട്ട് തന്നത്, എന്നോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും ഒക്കെ ദൈവം സാവകാശം കൊടുത്തു. ഏത് സമയത്തും മുട്ടുമേലിരിക്കുന്ന ഒരു ദൈവഭക്തനെ തന്നെ ഹല്ലേലൂയ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുന്നത് പോലെ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, എനിക്ക് അറിയാമല്ലോ എന്ന്. ആ സമയത്തൊക്കെ എന്റെ കിടക്കയിലിരുന്ന് ഞാൻ ഉറങ്ങാതെ കിടക്കുമ്പോൾ എനിക്ക് വേദന എടുത്ത് നിലവിളിക്കുമ്പോൾ എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് പോയി ഒന്ന് കിടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാ. ആ രാത്രിയിൽ ദൈവം എനിക്കൊരു ദർശനം തരിക. നന്ദി യേശുവേ, നന്ദി
യേശുവേ എന്നുള്ള പാട്ടുപാടി ഞാൻ ആത്മാവിൽ അങ്ങ് ആരാധിക്കുക. പക്ഷേ പുറത്തോട്ട് ശബ്ദം വരുന്നില്ല. ആ സമയത്ത് എനിക്ക് വീണ്ടും ഞാനിങ്ങനെ ഒരു ദർശനം കാണുക. ഞാൻ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങിൽ കടന്നു പോകുന്നു. അപ്പോൾ ഒരു വാഹനം വന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നു. അതിനകത്ത് ഒരു സീറ്റ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്റർ എന്നെ വിളിക്കുക, വാ കയറി വാ, ഇവിടെ ഒരു സീറ്റ് ഉണ്ടെന്നും പറഞ്ഞ്. അപ്പൊ ആ സീറ്റില് എനിക്ക് കയറി ഇരിക്കണമെന്നുണ്ട്. എന്നാൽ അതിനകത്ത് കയറ്റാതെ വേണം മുമ്പിൽ എന്തോ ഒന്ന് നിൽക്കുന്നത് പോലുള്ളൊരു അവസ്ഥ കാണപ്പെടുവാൻ കൊണ്ട് മുടിയായി തീർന്നു. അപ്പൊ ഞാൻ ഒരു അശരീരി പോലൊരു ദൈവശബ്ദം കേട്ടു, ഇനി അസഹ്യപ്പെടുത്തരുതെന്ന്. ഞാൻ എഴുന്നേറ്റ് ആ രാത്രിയില് ദൈവസനിലിരുന്ന് ആരാധിക്കുവാൻ കൊണ്ട് മുടിയായി തീർന്നു. എങ്ങനെയെന്നോ എവിടുന്നോ ഒരു അദൃശ്യരമായ ഒരു കരം എന്നെ തൊടുവാൻ തൊക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഉറയ്ക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. വീണ്ടും ഞാൻ 21 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും റേഡിയേഷന് വേണ്ടി പരിമലയിലേക്ക് അവര് അന്ന് ഞങ്ങൾക്ക് റെഫർ ചെയ്യുവാൻ തൊക്കണം ഇടയായി തീർന്നു. അവിടെ RCCയിലെ ഒരു ഡോക്ടറെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ആ ഡോക്ടർ എപ്പോഴും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയും, എന്തിനാ സിസ്റ്ററെ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് വെച്ചാല് ഉള്ളില് നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് ചിരിക്കുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യുവാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ഞാനും അങ്ങ് പോകും. എല്ലാ ദിവസവും രാവിലെ 30 റേഡിയേഷൻ വേണമെന്ന് ആ ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്തെന്നറിയാതെ വേണം വല്ലാതെ ഭാരപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ. ഈ ക്യാൻസർ വന്നവരുടേതായ രോഗത്തിന്റെ വിവരങ്ങളും അവർ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയി ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറയും, കർത്താവേ എന്റെ തലയിൽ ഒരു മുടി കൊഴിയുവാൻ അങ്ങ് അനുവദിക്കരുത്. ഞാൻ വിളിച്ച ദൈവം ജീവനുള്ള ദൈവം എനിക്ക് മറ്റുള്ളവരോട് പറയണം, അതൊരു സാക്ഷിയായി തീരണം. എന്റെ ഒരു തലയിലെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുവാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കൊണ്ട് മുടിയായിത്തീരുന്നു. ഞാൻ പോകുമ്പോഴും എന്റെ പ്രിയമുള്ളവർ എനിക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ സ്വർഗത്തിലും എനിക്ക് സാവകാശം ഒരുക്കി. എന്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്നു. ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ 2 പെൺകുഞ്ഞുങ്ങളെ നോക്കുവാൻ ദൈവം ഹല്ലേലൂയ അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാനൊക്കെ ദൈവം ഇടയാക്കി തന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റേഡിയേഷന്റെ ആഴം എന്റെ ദൈവദാസിമാർക്ക് അറിയാമല്ലോ. ഓരോ റേഡിയേഷൻ കഴിയുമ്പോഴും അതിൻ്റെതായ ആധിക്യം കൊണ്ട് ഹല്ലേലൂയ, അതിൻ്റെതായ ഹല്ലേലൂയ ഇതുകൊണ്ട് ചൂടിൻ്റെതായ ഇതുകൊണ്ട് ഒത്തിരിയും പേർക്ക് പലതരത്തിലായ ഓരോരുത്തർക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ എൻ്റെ മാറ് ഹല്ലേലൂയ ബ്രസ്റ്റ് എനിക്ക് ഒരു പപ്പടം പൊള്ളുന്നത് പോലെ ആ റേഡിയേഷൻ ചെയ്യുന്ന ഭാഗത്തെല്ലാം പൊള്ളി ഇളകുവാൻ കൊണ്ട് ഇവിടെയായിത്തീരുന്നു. ഓരോ ദിവസം ആഴ്ചയിൽ 5 റേഡിയേഷൻ വെച്ചാണ് എടുക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും റേഡിയേഷന് എടുക്കുന്ന ഒരു അവസരമുണ്ട്. എന്നാൽ റേഡിയേഷന് വേണ്ടി കയറുമ്പോൾ അതിനകത്ത് വേറെ ആരെയും കയറ്റത്തില്ല. ഈ റേഡിയേഷൻ ചെയ്യുന്ന വ്യക്തിയെ മാത്രമേ കയറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര ഭയവും പേടിയൊക്കെയാണ് ഇതിനകത്ത് കയറി കിടക്കുമ്പോൾ. ഞാൻ യേശുവിന്റെ രക്തം പറഞ്ഞ് ആ ബെഡിൽ കിടക്കുമ്പോൾ ആ മെഷീന് ഇങ്ങനെ ഘടിപ്പിച്ച് അത് പ്രവർത്തിക്കുമ്പോൾ ഡോക്ടർമാര് പോലും അതിനകത്ത് നിൽക്കത്തില്ല. അൾട്രാവയലറ്റ് രശ്മിയുടേതായ കിരണം അല്ലെങ്കിൽ അവരിലേക്ക് അത് പടരുവാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഈ റേഡിയേഷൻ ചെയ്യുന്ന വ്യക്തികളെ മാത്രമേ അതിനകത്ത് കിടത്തിയിട്ട് സെറ്റാക്കിയിട്ട് അവർ മാറി നിൽക്കും. അവർ പിന്നെ എല്ലാം അല്ലാതെ കൊണ്ട് നോക്കി ചെയ്യത്തതേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും പോകുമ്പോൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവം എനിക്ക് ബലം തന്നു. ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ ഒരു 20ാമത്തെ റേഡിയേഷൻ ഒക്കെ ആയപ്പോഴത്തേക്കും പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളി അത് നാറ്റം വമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ റെയിനേജ് ട്യൂബ് ഇട്ട ഭാഗത്തുകൂടി വെള്ളം വരുവാൻ ഇടയായി തീർന്നു. അതിനകത്ത് നിന്ന് ഹല്ലേലൂയ പഴുപ്പും ചലവും ഇങ്ങനെ എടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രിയിൽ ഇങ്ങനെ ഇത് പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, എനിക്കിനി ഒരു ദിവസം പോലും ഇങ്ങനെ വേദന തിന്നുവാൻ വയ്യ എന്ന് എന്റെ ദൈവദാസനോട് പറയുവാൻ ഇടയായിത്തീരുന്നു. അപ്പൊ കർത്താവിന്റെ ദാസനും ഹല്ലേലൂയ പറയും, വായ്ത്തത്വമുള്ളതാ, വായ്ത്തത്വം കാണാതെ ഒന്നും സംഭവിക്കുകയില്ല, കുഞ്ഞുങ്ങളുടെ നന്മ കാണും. ഞങ്ങളോടൊപ്പം ആ സമയത്ത് ഞങ്ങളുടെ വാത്സല്യ പിതാവ് അമ്മച്ചി മരിച്ചു പോയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, കർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു പിതാവ് ഞങ്ങളോടൊപ്പം ഉണ്ട്, 2 പെൺകുഞ്ഞുങ്ങൾ പാഴ്സനേജിലായിരിക്കുന്നു. ഞാൻ ഈ കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ ഭവനത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ ബുദ്ധിമുട്ടാകും. കുഞ്ഞുങ്ങളുടെ കാര്യം, ചർച്ചിലെ കാര്യങ്ങളാകുമ്പോൾ ഒത്തിരി അതിൻ്റെതായ പ്രയാസങ്ങള് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്റെ ദൈവദാസിമാർക്ക് അറിയാമല്ലോ. ഞാൻ ചുരുക്കമായി പറയുക, ആ 21ാമത്തെ ദിവസം റേഡിയേഷൻ കഴിഞ്ഞ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളവും ഇതൊക്കെ എടുക്കുന്ന സമയത്ത്
ഈ ഫാനിന്റെ കാറ്റുണ്ടെങ്കിൽ മാത്രമേ അത് ഉണങ്ങുവാൻ പറ്റൂ. അല്ലാതെ കണ്ട് ഒരു ഓയിൽമെന്റ് ഒന്നും ഈ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ ഇടാനോ ഒന്നും പറ്റത്തില്ല. അത് ഈ ഫാന്റെ കാറ്റ് കൊണ്ട് വേണം. ഒന്ന് കൈ അനക്കാൻ പോലും വയ്യ. അങ്ങനത്തെ അവസ്ഥയിൽ നാറ്റം വമിച്ച അവസ്ഥ. ഞാനപ്പം പറഞ്ഞു ഇതിനകത്തും ദുർഗന്ധം. പിന്നെയും വിചാരിച്ചു ദൈവമേ ഇനി എന്റെ ബ്രസ്റ്റ് അങ്ങ് അടർന്നു പോകുമെന്ന് പോലും, ഈ ഓപ്പറേഷൻ ചെയ്ത ഭാഗമെല്ലാം അവിടെ അടർന്നു പോകുമെന്ന് പോലും ചിന്തിച്ച അവസരമാ. ഒരു വിരലിലിട്ടാല് അതിനകത്തിട്ടാല് അതിനകത്തൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, നാറ്റം വമിച്ച അവസ്ഥ. ആ രാത്രിയില് ഉറക്കമില്ലാതെ വേദന കൊണ്ട് ഞാൻ പുളയുകയാണ്. അപ്പൊ രാത്രി സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് സഹിപ്പാൻ കഴിയാവുന്നത് നീ തരാവൂ. ആ സമയത്ത് ദേവദാസിമാരെയൊക്കെ ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഞാനിങ്ങനെ കിടക്കുകയായോണ്ട് ഒരു പാഴ്സനേജിലെ ജീവിതമല്ലേ. ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അല്ലെങ്കിൽ രാത്രിയില് ദൈവം എനിക്ക് ഒരു ദർശനം വീണ്ടും തരിക. ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ ചെങ്കടൽ ഉണങ്ങിയ നിലത്തുകൂടി നടത്തിയെന്ന് ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു. ആ രാത്രിയില്, ആ 21-ാമത്തെ ദിവസം രാത്രിയില് ഞാൻ എന്റെ ബ്രസ്റ്റ് തപ്പി നോക്കുമ്പോൾ എന്റെ ബ്രസ്റ്റ് ഉണങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. അന്ന് എന്റെ മുറിവ് കൂടിയതാ. ആ പഴുപ്പും ചലവും ഈ നിമിഷം വരെ, ഈ 6 വർഷം വരെയും അതിനകത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ആ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എന്നെ നടത്തി. എന്റെ മിടുക്കല്ല, എന്റെ പുണ്യപ്രവൃത്തിയല്ല, എന്റെ ദൈവമക്കളുടെ, എന്റെ സഹോദരങ്ങളുടെ, എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമാണ്. ഒരു പുകഴ്ചയും പറയുവാനില്ല. ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാ. ഈ 30 റേഡിയേഷൻ കഴിയുന്നിടം വരെയും എല്ലാവർക്കും ഒരു ഭാരമായിരുന്നു. എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കും? സാമ്പത്തികമായിട്ട് ഒത്തിരി ആവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ കർത്താവ് കരുതുന്ന ദൈവമെന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. അത് തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഞാൻ ആ സമയത്ത് ഹല്ലേലൂയ 116 സങ്കീർത്തന ഹല്ലേലൂയ മരണഭാഷങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടം അനുഭവിച്ചു. അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ദൈവം, ഉറക്കമില്ലാത്തതിന്റെ രാത്രങ്ങള് എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ 21-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം എനിക്ക് ദർശനം തന്ന് ഉണങ്ങിയ നിലത്തുകൂടി നടത്തുമെന്ന്. എന്റെ സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ 6-ാമത്തെ വർഷം വരെയും ആ ബ്രസ്റ്റിനകത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാതെ വേണം ദൈവം എന്നെ കരുതി. എല്ലാ വർഷവും ഞാൻ ചെക്കപ്പിന് വേണ്ടി കടന്നു പോകും. ഡോക്ടേഴ്സിന് ഒരു അത്ഭുതമാണ്. എന്നാൽ ഡോക്ടേഴ്സ് എന്നെ കാണുമ്പോൾ അവരുടെ മുമ്പില് ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു അത്ഭുതമാ. എന്റെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞില്ല. എന്റെ മുടിക്ക് നീളം വെച്ചത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരവസ്ഥയ്ക്കും ഒരു ഭംഗവും വരാതെ വേണം സ്വർഗത്തിൽ ദൈവം എന്നെ കരുതുവാൻ മുടിയായി തീർന്നു. ദർശനം തന്നവൻ അത് മാറ്റുകയില്ല. വാക്ക് പറഞ്ഞവൻ അത് മാറ്റുകയില്ല. വായ്ത്തത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ കഷ്ടങ്ങളും ഭാരങ്ങളും കടന്നു വന്നത്, ഒന്നുകൂടി ദൈവത്തോട് അടുക്കുവാന് ഭാരങ്ങൾ കടന്നു വന്നത്, പ്രയാസങ്ങൾ കടന്നു വന്നത്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കടന്നു വന്നത് കർത്താവിനെ ഒന്നുകൂടെ പണിയുമായിരുന്നു. വേദനയുടെയും കഷ്ടത്തിന്റെയും നാളുകൾ കടന്നു വന്നപ്പോൾ എന്തിനെന്ന് ചോദിക്കാതെ ഹല്ലേലൂയ പിടിച്ചു നിന്നതുകൊണ്ട് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. അന്ന് എന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്തായ 35 പേരില് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അതെന്റെ മിടുക്കല്ല, എന്റെ പുണ്യപ്രവൃത്തി അല്ല. 85% ആ എടുത്ത കോശത്തിനകത്ത് കരിഞ്ഞതായതുകൊണ്ട് യേശുവിന്റെ രക്തം അത് പാസ് ചെയ്ത് കരിച്ചെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ദർശനം തന്നവൻ ഒരിക്കലും വാക്കു മാറ്റുകയില്ല. അവൻ വിശ്വസ്തനാ. അവൻ വഴിയിട്ടേച്ചു പോകുകയില്ല. കഷ്ടങ്ങൾ കടന്നു വരട്ടെ, ഭാരങ്ങൾ കടന്നു വരട്ടെ, ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാ. ഇത് മുഖേന ഹല്ലേലൂയ ഓരോ പ്രാവശ്യം ഞാൻ ചെക്കപ്പിന് വേണ്ടി കടന്നു പോകുമ്പോൾ എല്ലാ പേഷ്യന്റിന്റെ അടുത്ത് ഞാൻ എന്റെ സാക്ഷ്യം പറയുവാൻ കൊണ്ട് മടിയായിത്തീരും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ ഓരോരുത്തർ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നിരുന്ന് ഹല്ലേലൂയ ക്യാൻസർ രോഗം മുഖേന, ഈ ക്യാൻസർ രോഗം പനി പോലെ പടർന്നു പിടിക്കുന്ന ഈ കാലയളവില് എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഈ ഒരു രോഗം ഇനി ആർക്കും കൊടുക്കരുതേന്ന്. ഇതിന്റെ ആധിക്യം എനിക്കറിയാം, ഇതിൻ്റെതായ ഭാരം എനിക്കറിയാം. ആ 30 റേഡിയേഷന് തന്നെ ഒത്തിരി സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്.
അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെതായ അവസ്ഥ അങ്ങ് മാറുകയാണ് ഈ ക്യാൻസർ കടന്നു വന്നാല്. എന്നാൽ അതിന്റെ മുമ്പിൽ പതറാതവണ സ്വർഗത്തിൽ ഞങ്ങളെ നടത്തി കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ, ആയിരിക്കുന്നിടത്തൊക്കെയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനൊക്കെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്നു. ആ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെയും യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ വേണം സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തുവാൻ തൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷം പരസ്യബോധന കടന്നു പോകുവാനും വിവിധയിടങ്ങളിലെ ട്രാക്ട് കൊടുക്കുവാൻ കടന്നു പോകുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളുടെയും കാലയളവില് എന്നെ വിടിവിച്ചനായ ദൈവം നിങ്ങളെയും വിടിവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്നും അവന്റെ കരം കുറുതായി പോയിട്ടില്ല. ഇന്നും അവന്റേതായ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളെ മറന്നോ? വേദനയുടെ നാളുകളിൽ ഹല്ലേലൂയ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ നീ എന്നെ മറന്നോ? എന്തുകൊണ്ടാണ്? എന്റെ ജീവിതത്തിലെ കുറവുണ്ടാണോ എന്നൊക്കെ ചിന്തിച്ച അവസരങ്ങളുണ്ട്. എന്നാൽ ഈ രോഗം വന്നത് മുഖേന ഹല്ലേലൂയ ഒത്തിരി കഷ്ടങ്ങള്, ഒത്തിരിയും പേരുടേതായ ഹല്ലേലൂയ നിരാശകളുടെ വാക്കുകള്, ഒത്തിരി നിന്ദകളൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. എന്തിനെന്ന് ചോദിക്കാതെ വേണം ദൈവമുഖത്തേക്ക് നോക്കി മാത്രം ഹല്ലേലൂയ എനിക്ക് ഓടുവാൻ സാവകാശം ഒരുക്കി തന്നു. ഇന്നും കൃപയാൽ ഞങ്ങൾ ഹല്ലേലൂയ കടമനാട്ട് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഓരോ സഭകളിൽ പോകുമ്പോഴും വിവിധമായ ഭാരങ്ങൾ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോകുന്നതായ ജീവിതങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് കടന്നു പോകുവാനും സ്വർഗത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തലമുറയുടെ വിഷയത്തിന് മുമ്പാകെ ഭാരപ്പെടുന്നവരാണോ? ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ? കർത്താവ് വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. എന്നെ വിടുവിച്ച ദൈവ മരണത്തിന്റെ താഴ്വരയോളം ഞാൻ കടന്നുപോയ സ്ഥാനത്ത് അവൻ എന്നെ കൈപിടിച്ചുയർത്തിയ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പറഞ്ഞാൽ നമുക്കൊരു പരിഹാരം വരത്തില്ല. സ്വർഗത്തിൽ അപ്പൻ നമ്മളോട് സംസാരിച്ചാൽ മാത്രമേ ഹല്ലേലൂയ നമുക്കതിനൊരു ഹല്ലേലൂയ ബലമുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ കരമൊക്കെ അസാധ്യമാ, എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഞാൻ അനുഭവിച്ചതുപോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഞങ്ങൾക്കൊരു ഭവനം പോലും ഇല്ലാതെ വേണം ഞങ്ങൾ ഭാരപ്പെട്ട നാളുകളുണ്ട്. ഒരു 2 മുറി തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വർഷം കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്കൊരു ഭവനം തരുവാൻ തൊക്കൊണ്ടിയായി തീർന്നു. 2 മുറി ആഗ്രഹിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് 4 മുറിയുള്ളതായ ഒരു ഭവനം കർത്താവ് തരുവാൻ തൊക്കൊണ്ടിയായി തീർന്നു. ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. വിശ്വാസത്താല ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസവും കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. അവൻ ഞങ്ങളെ പണിയുകയാണ്. ഹല്ലേലൂയ. ഇന്നും കർത്താവിന്റെ വേലയില് കർത്താവ് അയക്കുന്നിടത്തൊക്കെയും കടന്നു പോകുവാൻ സ്വർഗത്തിലെ സാവകാശം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഹല്ലേലൂയ ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെയും വിളിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ സ്വർഗത്തിലെ സാവകാശം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഈ വചനദീപ്തിയിലേക്ക് ഹല്ലേലൂയ എന്നെ പരിചയപ്പെടുത്തിയതായ ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയോട് അകമഴിഞ്ഞ ഹല്ലേലൂയ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് മുഖേന, ഈ സൂം മീറ്റിംഗിൽ ഹല്ലേലൂയ അനേകർ വീണ്ടും കടന്നു വരട്ടെ, അനേകർ വിടുതലിന് കാരണമായി തീരട്ടെ, അനേകരെ ഹല്ലേലൂയ ക്രിസ്തുവിനെ നേടിയെടുക്കുവാന്, ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ എന്റെ ദാസിയതയെ ഉപയോഗിക്കട്ടെ. ഈ നാളുകൾ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് എന്റെ ദാസിയതയെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വിടുവിക്കട്ടെ. ഏത് പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ ഇന്നും അവൻ വിടുവിപ്പാൻ ശക്തനാണ്. അവൻ വഴിയിലിട്ടേച്ചു പോകുകയില്ല. അവൻ വഴിയിട്ടേച്ചു പോകുകയില്ല. ഹാഗാറിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം പ്രതികൂലങ്ങളുടെ മധ്യേ ഹന്നായുടെ ജീവിതത്തില് ഹന്ന ഹല്ലേലൂയ പ്രതികൂലങ്ങളെ വകവെക്കാതെ വേണം അവൾ ആലയത്തിലേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിച്ചതുപോലെ അവൾ ഹല്ലേലൂയ പിന്നെ അവളുടെ മുഖം വാടിയില്ല. അതുപോലെ തന്നെ കേൾക്കുന്നതായ എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ മുഖം വാടാതെ വേണം ഹല്ലേലൂയ ക്രിസ്തുവിനുള്ള പ്രത്യാശയോട് ആ ഹന്ന പ്രതികൂലങ്ങളൊന്നും വകവെക്കാതെ വേണം, അവളുടെ പ്രകൃതിയിലുള്ളതൊന്നും ചിന്തിക്കാതെ വേണം അവൾ ആലയത്തിലേക്ക് കടന്നുപോയത്. അതുപോലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഒന്ന് പകരാ. ദൈവം നമ്മളെ വിടുവിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് കർത്താവ് മറുപടി തരട്ടെ. അവൻ കരുതുന്ന ദൈവമാ. ഏലിയാവിന് വേണ്ടി കാക്കി അയച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു എങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും എന്റെ ദൈവദാസിമാര് ഭാരത്തോടോ വേദനയോടോ പ്രയാസത്തോടോ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മുമ്പാകെ ആയിരിക്കുന്നു എങ്കിൽ എന്റെ ഈ സാക്ഷ്യം മുഖേന സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കട്ടെ. അവൻ മുന്നൊന്ന് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവമാ. അവൻ നമ്മളെ വഴിയിട്ടേച്ചു പോകുകയില്ല. ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ ഞാൻ വിരമിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസിൽ കൂടി തന്റെ ജീവിതത്തിൽ ആമേൻ ഇറങ്ങി വന്ന് വിടിവിച്ച ദൈവ സാന്നിധ്യം. ആമേൻ, ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളും ഞാൻ ചിന്തിക്കുകയായിരുന്നു. പല രോഗാനുഭവങ്ങളിലൂടെ ഞാനും കടന്നു പോകേണ്ടി വന്നു. കൊച്ചു പ്രായത്തിലെ കർത്താവിന് വേണ്ടി ഏകയായി കുടുംബത്തിൽ നിന്നിറങ്ങിയതാ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക് ഇറങ്ങിയതിൻ്റെതും ഈ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളും ഒരു സുവിശേഷ വേലയില് ആമേൻ ഒരു ദൈവദാസന്റെ ഭാര്യയായിരിക്കെ രോഗങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളും എന്റെ ജീവിതവുമായിട്ട് ഞാൻ തുലനം ചെയ്യുകയായിരുന്നു. ഇന്നും എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റാത്തതായ നിലകളിലുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ ഓരോന്നോർക്കുകയായിരുന്നു. ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് പലതും പറയാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ ആമേൻ ഉള്ള സാക്ഷ്യങ്ങളുണ്ടെങ്കിലും ആമേൻ അനുഗ്രഹിതമായ സാക്ഷ്യം, വിടുതലിന്റെ സാക്ഷ്യം, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആമേൻ നിലത്തെ തൂവർ നിലമാക്കുവാൻ കഴിച്ച ആമേൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ ആമേൻ നിലം മാത്രമല്ല ശരീരത്തിന്റെ ആമേൻ ജീർണിച്ച അവസ്ഥയെ ഉണക്കിയെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അനുഭവ സാക്ഷിയാണ് ആമേൻ നാം കേട്ടതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആരും ക്ഷീണിച്ചു പോകരുത്. വിടുതലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവന്റെ ആമേൻ അട്ടിപ്പിണരാൽ ഇന്നും നമുക്ക് വിടുതലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മെ കർത്താവ് വീണ്ടും തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിന്റെ നടുവിൽ പതറിപ്പോകുവാനല്ല, അതിന്റെ നടുവിൽ ആമേൻ നാം പിന്മാറിപ്പോകുന്നവരുടെ ഗണത്തിൽ പെടുവാനല്ല, അതിന്റെ മുൻപിൽ നാം വീറോടെ ധൈര്യത്തോടെ ആമേൻ ആത്മചൈതന്യം പ്രാപിച്ചവരായി ക്രിസ്തുവിന്റെ തേജസ്സേറിയ മുഖം കണ്ട അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ളവരാ നാം. ആരാണ്? അവന്റെ യുദ്ധക്കളത്തിലെ ഹല്ലേലൂയ ആമേൻ യുദ്ധ പോരാളികളാണ്, ആമേൻ യുദ്ധ വീരരാണ്. അങ്ങനെയെങ്കിൽ യുദ്ധം ആമേൻ നമ്മുടെ മുൻപിൽ വരുമ്പോൾ വെറുതെ അഭ്യാസനമില്ലാത്തവരെ ആരെയും യുദ്ധത്തിന് ഇറക്കാറില്ല. നമ്മൾ ട്രെയിനിങ് തന്നവരാ. ആമേൻ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി നിന്നു. ആമേൻ യെഹെസ്കേൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ ഓർക്കണമേ. കർത്താവ് ഓർക്കുന്ന ദൈവമാ. നമ്മളെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ അവസ്ഥകളെ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം കാണുന്നുണ്ട്. എവിടൊക്കെ വിജയം തരണമെന്നും എവിടൊക്കെ നമ്മളെ ആമേൻ ആ പരാജയമെന്ന് തോന്നിയാലും അവയിലൊക്കെയും നമ്മെ പഠിപ്പിച്ച് അവന്റെ പാഠശാലയിൽ ഹല്ലേലൂയ നാം തികഞ്ഞവരായി ആമേൻ ഫുൾ മാർക്കോടെ പുറത്തു വരുവാൻ കർത്താവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിനിങ്ങിൽ ഇത്രത്തോളം വിജയിക്കുവാൻ അനുഭവത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇത് അനേകായിരങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആമേൻ ഉരുത്തിരിഞ്ഞ ആ സത്യത്തിന്റെ വചനങ്ങൾ, ആമേൻ ജീവന്റെ വചസ്സുകൾ തന്റെ ദാസിയുടെ നാവിലൂടെ ഉരുത്തിരിഞ്ഞ് ആമേൻ മറ്റു ഹൃദയങ്ങളിലേക്ക് അത് എത്തപ്പെടുമ്പോൾ അനേകർ ഇതുപോലെ വേദനയിലായിരിക്കുകയാണ്. ആമേൻ ക്യാൻസർ രോഗികൾ ആമേൻ ഭാരത്തിലായിരിക്കുകയാണ്. എനിക്ക് ആരുണ്ട് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തന്റെ ദാസിയുടെ ജീവിത അനുഭവത്തിലൂടെ കേൾക്കുവാനിടയായല്ലോ. എന്റെ ജീവിതം ത്രസിക്കുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. വളരെ ആമേൻ അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യം. അപ്പോൾ തന്നെ ആമേൻ ദൈവാത്മാ ഒന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ ഇന്നുവരെയും അവന്റെ വായിൽ നിന്ന് ഹല്ലേലൂയ അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ഞാൻ എപ്പോഴും ആമേൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംശയിച്ച് പ്രകൃതി നിന്നില്ല, ഉണ്ടായി. ഇന്ന് മനുഷ്യരായി നമ്മൾ പലപ്പോഴും ആമേൻ സംശയിച്ച് നിൽക്കും. എന്നാൽ ദൈവാത്മാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം, ശരീരത്തിലെ കോശങ്ങളെ ആമേൻ അതിന്റെ നിലയിൽ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ട് ജീവന്റെ സാക്ഷ്യം ഇന്ന് അനേകർക്ക് ആശ്വാസമായി ഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ഇത് ഞങ്ങൾ ആമേൻ യൂട്യൂബിലൂടെ ഇടുമ്പോൾ അനേകായിരങ്ങളിലേക്ക് അത് എത്തട്ടെ, അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും തണുപ്പുമായി മാറട്ടെ. ഞങ്ങളുടെ ഈ സാക്ഷ്യ കൂടാരം അനേകർക്കൊരു വിടുതലായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ആമേൻ ഞാൻ ഈ വേല ആരംഭിച്ചത്. ബൈബിൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നതാണ്. കർത്താവ് എന്നോട് പറഞ്ഞ് അനേകരെ വിളിച്ച് നീ അവരുടെ സാക്ഷ്യങ്ങൾ ആമേൻ പറയിപ്പിക്കുക. ആമേൻ ഞാൻ ഇത് അനേകർക്ക് ആശ്വാസമാക്കി മാറ്റുവാൻ പോവുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ അനേകരുടെ വിടുതലും അനേകരുടെ ആശ്വാസവും ആമേൻ സ്വർഗം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ആരും ലജ്ജിച്ചു പോകത്തില്ല. ദൈവവചനം പറയുന്ന അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകാൻ അനുവദിച്ചിട്ടില്ല. നാം ഇന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രം മതി. ആവശ്യങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ മതി. എന്നിൽ അതിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഹാപ്പിയാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ഹിന്ദിക്കാർക്ക് വേണ്ടി ഞാൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം. എങ്കിലും ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലത്തിങ്കൽ ആമേൻ സന്തോഷം കൊണ്ടാണ് ആമേൻ ഞാൻ ഇത്രയും പറയുവാൻ തക്കവണ്ണം ഇടയായത്. ആകയാൽ കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. ഇനിയും അനേകായിരങ്ങൾക്ക് ഒരാശ്വാസവും തണലുമായി മാറട്ടെ. കുടുംബമായി അവന്റെ വേലയിൽ ആമേൻ അവസാനത്തെ ശ്വാസം വരെയും അതിശക്തമായി പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിൽ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. ദൈവം ധാരാളമായിട്ട് കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നടുവിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സൂം മീറ്റിംഗിലേക്ക് ഹല്ലേലൂയ കടന്നു വന്ന അദാസിക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അനേകായിരങ്ങൾക്ക് ഈ ചാനൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, നമ്മുടെ പ്രശസ്തിയല്ല, കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ, അവന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മലാവോളം പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കും. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഇന്ന് പോൽക്കാലം ആമേൻ ഇന്നത്തെ മീറ്റിംഗ് ബൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. മറാനാഥ. ആമേൻ.